തിരുവനന്തപുരം കാരോട് റോഡിൽ വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാനാകാതെ പ്രതിസന്ധിയിലായി പ്രദേശവാസികൾ. കാരോട് പഞ്ചായത്തിലെ കൊഴിഞ്ഞാൻ കൂനംവിള റോഡിലാണ് മാസങ്ങളായി വെള്ളക്കെട്ടുള്ളത്. റോഡിന് വശത്തുള്ള ഓട അടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇതിപ്പോൾ റോഡ് കുളമായൊരു അവസ്ഥയാണ്. എന്താണ് ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് കാരണം? എന്താണ് നാട്ടുകാർ പറയുന്നത്? അമൃത, തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ കൂനംവിള റോഡിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള റോഡിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഓട അടച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ റോഡിൽ വ്യാപകമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഇതുമൂലം അവിടെയുള്ള പ്രദേശവാസികൾക്ക് ഒരു സ്ഥലത്തും പോവാൻ പറ്റാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവിടെയുള്ള കുട്ടികൾക്ക് സമീപത്തുള്ള സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കടകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വലിയ രീതിയിലുള്ള ദുരിതത്തിലാണ് അവിടുത്തെ നാട്ടുകാർ. ഈ പ്രശ്നം അവർ പഞ്ചായത്തിൽ പരാതിയായി അവതരിപ്പിച്ചിരുന്നു. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രശ്നത്തിൽ ഇത്തരത്തിൽ ഓട അടച്ചതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്നും അതിലൊരു പരിഹാരം ഉണ്ടാക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം തങ്ങൾ നിരന്തരമായി പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു വെള്ളക്കെട്ട് മൂലം ഒട്ടനവധി അപകടങ്ങളും അതുപോലെ തന്നെ അതുവഴി പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഒട്ടനവധി കേടുപാടുകളും സംഭവിക്കുന്നുണ്ട് എന്നും നാട്ടുകാർ പറഞ്ഞു വെക്കുന്നു. വലിയ ദുരിതത്തിലാണ് അമൃത അവിടുത്തെ സമീപവാസികൾ. ശരി സനിസ.